എത്ര അനുഭവമാണോ എന്ന് പറഞ്ഞൊന്നും ഒരു പിടുത്തമില്ല. എല്ലാവരുടേതും പറയുന്നുണ്ട് ട്ടോ. മെമ്പേഴ്സിൻ്റെ അല്ലാത്തതും മെമ്പേഴ്സിൻ്റെ ആണ് നമ്മൾ കൂടുതൽ പറയുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരെ സേവ് ആവും, മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതും കൂടെ ഇതാരുടേതാണ്? ജയാശി അല്ല ജയശ്രീ ആണോ? എനിക്കറിയില്ല. പേര് അങ്ങനെയാണ് എഴുതിയത്. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ തൃമധുരം കുടുംബത്തിലെ പുതിയ അംഗമാണ്. പേര് ജയശ്രീ ആയിരിക്കും അല്ലേ? കൊല്ലത്താണ് താമസം. എൻ്റെ മകന് വേണ്ടി തൃമധുരത്തിൽ പറയാമെന്ന് ഞാൻ കണ്ണന് വാക്ക് കൊടുത്തതാണ്. മോന് നേവിയിലാണ് ജോലി. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കൈയുടെ ഷോൾഡർ വിട്ടു പോവാറുണ്ട്. ഒരു വർഷം മുൻപ് ട്രെയിനിങ് സമയത്ത് പറ്റിയതാണ്. ഹോസ്പിറ്റലിൽ കാണിച്ചില്ല. ഈ മാസം ഷിപ്പിൽ വെച്ച് വീണ്ടും ഷോൾഡർ തെന്നിമാറി. ആ സമയം ഭയങ്കര വേദനയാണ്. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. 10 ദിവസത്തെ ലീവിന് വന്നു. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ കീ ഹോൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. 10 ദിവസത്തെ ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ മോൻ പറഞ്ഞു, അമ്മയെ സർജറി ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെയെങ്കിൽ 3 ആഴ്ചത്തെ ലീവിന് വീണ്ടും വരാൻ പറ്റും. നേവിയുടെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണിക്കാം. സർജറി ചെയ്താൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞു, തൃമധുരത്തിൽ അമ്മ പറയാം സർജറി കഴിഞ്ഞ് മോനെ ലീവിന് വിടുമെന്ന്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ സാർ, MRI സ്കാൻ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ 4 ആഴ്ചത്തെ ലീവിന് നാട്ടിൽ പോയിക്കോ, റെസ്റ്റ് എടുക്ക്, വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാമെന്ന്. സർജറി കഴിഞ്ഞ് 3 ആഴ്ചത്തെ ലീവ് ചോദിച്ചപ്പോൾ എൻ്റെ കണ്ണൻ സർജറി ചെയ്യാതെ 4 ആഴ്ചത്തെ ലീവാണ് തന്നത് സാർ. ഒരുപാട് നീണ്ടുപോയെന്നറിയാം. ചുരുക്കിയെങ്കിലും സാർ വായിക്കണേ. കണ്ണന് കൊടുത്ത വാക്കാണ്. ആദ്യത്തെ ഒരു അനുഭവം അയച്ചിരുന്നു. സാറിൻ്റെ ശബ്ദത്തിൽ ദയവായി വായിക്കണേ സാർ. ഇതാ വായിച്ചിരിക്കുന്നു. നേവിയിൽ നിന്ന് ഒരാളുടെ അനുഭവം വന്നു കഴിഞ്ഞാൽ വായിക്കാതിരിക്കാൻ പറ്റുമോ? അവരങ്ങനെ പറന്ന് നടക്കല്ലേ നമുക്ക് വേണ്ടിയിട്ട്. എയർഫോഴ്സും നേവിയും ഒക്കെ, മിലിറ്ററി മുഴുവനായിട്ടും, കപ്പലും വിമാനങ്ങളും ടാങ്കുകളും ഒക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് ഇവർ കൊണ്ട് നടക്കുന്നത് അല്ലേ? നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. നമ്മൾ കിടന്നുറങ്ങുന്നത് ഇവർ കാരണമാണെന്ന് വെറുതെ പറയുന്നതല്ല കേട്ടോ, അതൊരു സത്യമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പം എന്താ കഥ? ഒന്നും പറയാനില്ല. അങ്ങനെയൊക്കെയാണ് ഈ അനുഭവം. നിങ്ങളങ്ങോട്ട് ഏറ്റെടുക്കുക. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു. ഇനി കാത്തിരിക്കുക കേട്ടോ. എല്ലാവരുടേതും വരുന്നുണ്ട്. ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്ര എഫേർട്ടാണെന്ന് അറിയോ ഇതിൻ്റെ പിന്നിൽ. ഹരേ കൃഷ്ണ. മെമ്പർഷിപ്പ് എടുത്ത് വരാൻ ശ്രമിക്കുക കേട്ടോ.